അതേ പ്രേമച്ചി, കത്തിച്ചു കളഞ്ഞു. പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അയ്യോ, ആരായിരിക്കും ശരത്തെ മഹാപാതകം ചെയ്തത്? ദേവിക, അല്ലാതാരാ? അല്ലെങ്കിലും അവർക്ക് കുറച്ച് ശിങ്കിടികളുണ്ടല്ലോ, പരുന്തും കോഴിയും കുറുക്കനും ഒക്കെ. എന്നാലും ഒരു ബൈക്ക് കത്തിക്കാന്നൊക്കെ പറഞ്ഞ അവർക്ക് ഭ്രാന്തല്ലേ. സൂക്ഷിച്ചു ചേച്ചി, ആ വീട്ടിലെങ്ങാനും വന്ന് കയറിയ അവരാ വീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അതിനെതിരെ പൊളിക്കും. അതിനു മുമ്പേ അവളെ ഞാൻ കത്തിക്കും. ശരത്ത് ഫോൺ വെച്ചോ, ഞാനേ ഈ വിവരം ഇവിടെ ഉള്ളവരോടൊന്ന് പറയട്ടെ. ആ ശരി ശരത്തെ. ശരി. എന്താ ചേച്ചിയമ്മേ? ഇങ്ങോട്ട് വാടി പെണ്ണേ, ഒരു കാര്യമുണ്ട്, വാ. എന്താ? എടാ സിദ്ധു, നീ അറിഞ്ഞായിരുന്നോ? ഒരു ഭയങ്കര വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത. എന്താ? ചേച്ചിയമ്മ വീണ്ടും പ്രീ ഡിഗ്രി എഴുതിയെടുക്കാൻ തീരുമാനിച്ചോ? നീ അറിഞ്ഞു കാണുമായിരിക്കും. ആ ഇല്ലെങ്കിലേ കേട്ടോ, സുധിയുടെ വീട്ടിലെ തീപിടുത്തം. വീട്ടിലോ? ഓ, സിദ്ധോടിന്റെ ഞെട്ടല് കണ്ടില്ലേ? വീട്ടിലല്ല, വീട്ടുമുറ്റത്ത്. ശരത്തിന്റെ ബൈക്ക് കത്തിപ്പോയെന്ന്. ബൈക്ക് കത്തിപ്പോയെന്നോ? ആ, അങ്ങനെ ചുമ്മാ കത്തിയതല്ല, ആരോ കത്തിച്ചതാണെന്ന്. ആ, നന്നായി പോയി. നന്നായി. വെല്ലോന്റെ മുതല് പോയതിന് അവന്റെ സന്തോഷം കണ്ടില്ലേ? അല്ല, ശരത്തിന്റെ ബൈക്ക് കത്തിച്ചതില് ചേച്ചിക്ക് എന്താ എത്ര ദണ്ണം? ആരെങ്കിലും അവനോട്ടൊരു പണി കൊടുക്കണ്ടേ? ഇത് ചെയ്തതേ നിന്റെ ദേവികയാണെന്നാ ശരത്ത് പറയുന്നത്. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ അവൻ വാ തുറക്കുന്നത്. അവനപ്പോ എന്തും പറയാമല്ലോ. ആ, എന്താണ് സിദ്ധു, ഇനി നിനക്ക് ഈ കാര്യത്തിൽ വല്ല മനസ്സറിവും ഉണ്ടോ? അല്ല, സംഗതി പോലീസ് കേസ് ആയാലേ ദേവികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അപ്പിയർ ചെയ്യേണ്ടതേ നീയല്ലേ? ചേച്ചിയമ്മേ, രാവിലെ എന്നോട് മല്ലിന് വരരുത്. സിദ്ധോട്ടാ. എന്താ എന്തേ? അല്ല, ദേവികയെ വിളിക്കാൻ തുടങ്ങുമായിരിക്കും അല്ലേ? ആണെങ്കി വിളിക്കണം, ഉറപ്പായിട്ടും വിളിക്കണം. ഈ ബൈക്ക് കത്തിക്കൽ കേസിലെ എന്തെങ്കിലും നിയമസഹായം വേണമെങ്കിൽ സഹായിക്കണ്ടേ? അല്ല, വേണമെങ്കിൽ ഞാൻ കേസ് ഏറ്റെടുക്കാം. ഞാനിങ്ങനെ കേസിലെ വക്കീലായിട്ട് വെറുതെ ഇരുന്ന് പൂപ്പല് പിടിക്കല്ലേ. ജോലി വേണമെന്ന് അവനവന് തന്നെ തോന്നണം. ഓ, എനിക്കിനി സിദ്ധുവേട്ടന്റെ ഭാര്യ എന്ന ഉദ്യോഗം മാത്രം മതി. എന്തായാലും നിയമന ഉത്തരവായി. ഇനി ജോയിൻ ചെയ്യേണ്ട തീയതിയും മുഹൂർത്തവും തീരുമാനിച്ചാൽ മതി. ആര് നിയമന ഉത്തരവ് തന്നു? എനിക്ക് വേണ്ട ഉത്തരവുകള് ഞാൻ തന്നെ ഇടുന്നേ. ചന്ദ്രൻ പോയേ, എന്റെ മൂടൊട്ടും ശരിയല്ല. ഓ, ദേവിക ബൈക്ക് കത്തിച്ചതിന്റെ ടെൻഷനായിരിക്കും. ദേവിക ആരുടെയും ബൈക്കൊന്നും കത്തിക്കത്തില്ല. ഓ, അവര് ബൈക്ക് മാത്രമല്ല മനുഷ്യരെയും കത്തിക്കും. ആ ശരത്തിനെ വെട്ടിയ കഥയൊക്കെ ഞാൻ അറിഞ്ഞു. ആ, പറഞ്ഞതുപോലെ അന്നായിരുന്നല്ലോ ഇവിടുത്തെ ഒളിവ് ജീവിതം. അതെ, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണല്ലോ ചന്ദ്ര എന്റെ ഭാര്യ ആവാൻ തീയതി കാത്തിരിക്കുന്നത്. അതെ, നിങ്ങൾ രണ്ടും ഒന്നിച്ച് ഒരു കൊല്ലം താമസിച്ചു എന്ന് പറഞ്ഞാൽ പോലും ചന്ദ്ര അത് കാര്യാക്കത്തില്ല. പക്ഷേ 4 ആള് കാണുക സിദ്ധോടിനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുകയാണെങ്കിൽ അതെന്റെ കഴുത്തിലായിരിക്കും. നേരത്തെ ചന്ദ്രയ്ക്ക് അതൊരു മോഹമായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു വാശിയാണ്. എന്നാലേ ആ വാശി ഇനി നടക്കത്തില്ല. എന്തോ? സിദ്ധുവേട്ടൻ സ്വസ്ഥമായിട്ട് ദേവികയെ വിളിച്ചോ. അക്കരെ നിന്ന് ആശ്വസിപ്പിക്കാനല്ലേ സിദ്ധുവേട്ടനെ കൊണ്ട് പറ്റൂ. ആ, അതെങ്കിലും നടക്കട്ടെ.